അപ്പം നമുക്ക് സാധാരണ ഒരു പനി വരുന്നതും ഈ ഒരു നിപ്പയുടെ പനി വരുന്നതും രണ്ടും വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു നിപ്പയുടെ വൈറസ് നമുക്ക് തലച്ചോറിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന്. അപ്പം അതുമൂലമുണ്ടാകുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുന്നതല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഒരുപാട് വൈറൽ രോഗങ്ങൾക്ക് ഏതാണ്ട് സാമ്യമുള്ള ലക്ഷണങ്ങളാണ് ശരണ്യ. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ നമ്മളിപ്പോൾ കേരളത്തിൽ ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഒരു സ്ഥലത്തും ഈ നിപ്പ വൈറസ് ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ പരിശോധനകൾ ശരിയായ ദിശയിൽ പോവുകയും നമ്മളൊരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ എന്ന് പറയും, ഇത് നിപ്പ ആകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്യുകയും അത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ലങ്സിൻ്റെ നമ്മുടെ ശ്വാസകോശങ്ങളെ ഇത് ബാധിക്കാം. അപ്പം അതിന് നമ്മൾ അതുകൊണ്ടാണ് ഈ ശ്വാസതടസ്സമൊക്കെ വരുന്നത്. അതുപോലെ തലച്ചോറിനെ ബാധിക്കാം. ഇപ്പം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ ആർച്ചിങ് ആയിട്ട് മിക്കവാറും വൈറൽ പനികൾ ഇപ്പോൾ എൻസെഫലൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഈ എൻസെഫലൈറ്റിസ്. അത് തന്നെ പല വൈറസുകൾക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങളുടെ ഒരു വലിയ ബാസ്ക്കറ്റിൽ നിന്ന് പരിശോധനകൾ നടത്തിയാണ് നമ്മൾ നിപ്പ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാലോ, കുറച്ച് നാൾ മുമ്പ് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്, അത് തലച്ചോറിൻ്റെ ആവരണം മെനിഞ്ചസിനെയും തലച്ചോറിനെ തന്നെയും എൻസെഫലൈറ്റിസ് ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒരു അമീബിക് അസുഖമാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അതിൽ പനി കാണും, കഴുത്തുവേദന കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടോ എന്ന് ഡോക്ടർമാർ പരിശോധിക്കുന്നത്. കഠിനമായ തലവേദന വരും, തലച്ചോറിന് അകത്ത് അതിൻ്റെ ഒരു പ്രഷർ കൂടുമ്പോൾ കഠിനമായ ഛർദിൽ വരാം. കുറച്ചുകൂടി ഗുരുതരമായിട്ട് ജന്നി അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ വരാം, കൺവൽഷൻസ് അങ്ങനെ വരാം. പിന്നെ കോമ, ഓർമ്മകേട്, ബോധക്ഷയം തുടങ്ങിയ തലച്ചോറിനെ ബാധിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് നിപ്പയാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാരാളം വൈറസ്, ഇപ്പം ചിക്കൻ പോക്സ് അത് മറ്റൊരു വൈറൽ രോഗമാണ്, അതിനും വരാം എൻസെഫലൈറ്റിസ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ സാമ്യമുള്ളവയാണ് ഈ വൈറൽ രോഗങ്ങളുടെ. നിപ്പയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ശരീരഭാഗം ഇത് ബാധിക്കപ്പെടുന്നത് ശ്വാസകോശമാണ്. അതുകൊണ്ടാണ് പലർക്കും ശ്വാസതടസ്സം, ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കഠിനമായ പനിയും ലക്ഷണങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെയും നമ്മുടെ ആശുപത്രികളെയും സമീപിക്കുകയും അതിൻ്റെ ടെസ്റ്റുകൾ, എല്ലാ പനിയും ഒന്നും ഇത്തരം ഗുരുതര രോഗങ്ങളല്ല. ആയിരക്കണക്കിന് പേർക്ക് ഓരോ ദിവസവും സാധാരണ പനികൾ വരുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത ഒരുപാട് വൈറസുകളും പനി വരുത്താം, അല്ലേ? പനിയും ചുമയും തലവേദനയും ഓക്കാനോ ഒക്കെ സാധാരണ നമുക്കെല്ലാവർക്കും വരുന്ന പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മളൊരു പേടിച്ചിതൊരു വലിയ ഔട്ട്ബ്രേക്ക്, കാരണം നമ്മൾ കഴിഞ്ഞ പല ഔട്ട്ബ്രേക്കുകളിലും ഇപ്പം 300ഓളം പേർക്കൊക്കെ വന്നത് ആദ്യം സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ വന്ന ഔട്ട്ബ്രേക്കുകളിലാണ്. അതിനകത്ത് പിഗ് അല്ലെങ്കിൽ പന്നി ഒരു റിസർവോയറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഒരുപാട് പേർക്ക് പടർന്ന് പിടിച്ചിട്ടുള്ള കേരളത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള നിപ്പ ഔട്ട്ബ്രേക്കുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്തുകയും, അതായത് ഓൾമോസ്റ്റ് ഇൻഡെക്സ് കേസുകൾ നമ്മൾ കണ്ടെത്തുകയും ഉടനടി കോൺടാക്ട് ട്രേസിങ് നടത്തുകയും ഹൈ റിസ്ക്, അതായത് വരാൻ സാധ്യത കൂടുതലുള്ള എല്ലാവരെയും തന്നെ ചികിത്സയ്ക്ക് അകത്തേക്കും ആരോഗ്യ സംവിധാനത്തിലേക്ക് അകത്തേക്കും വന്ന് പ്രതിരോധത്തിൻ്റെ വളരെ ശക്തമായൊരു ചട്ടക്കൂട് തയ്യാറാക്കുകയും അതിനകത്ത് നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രസക്തം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ വളരെ പ്രസക്തി കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു ചികിത്സാ ഭാഗവും ഒരു വശത്തുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പടരൽ തടയാനുള്ള ആ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ശക്തിയും പ്രസക്തിയും, നമ്മൾ സർവൈലൻസ് എന്ന് പറയും, രോഗനിരീക്ഷണ സംവിധാനത്തിൻ്റെയും ഒരു ശക്തിയൊക്കെ കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനം.